ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. 2024 ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ തൃക്കാർത്തിക. തൃക്കാർത്തിക ദിവസത്തിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീട്ടിലെ ഉടനീളം ഉണ്ടാവുന്നതാണ്. അത് ഈ തൃക്കാർത്തികയ്ക്ക് മുൻപ് മാത്രമല്ല, ജീവിതത്തിൽ അത് എന്നും അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ്. കല്ലുപ്പ്, അരി, കുങ്കുമം, മഞ്ഞൾ, നാണയം, ഈ 5 വസ്തുക്കളാണ് ലക്ഷ്മി ദേവി പ്രീതികരമായത്. ആരും അധികം വില കൽപ്പിക്കാത്ത ഒന്നാണ് കല്ലുപ്പ്. ആരോഗ്യത്തിനൊപ്പം ഐശ്വര്യത്തിനും കല്ലുപ്പിൻ്റെ സ്ഥാനം പരമപ്രധാനമാണ്. വീടിനും വീട്ടുകാർക്കും പ്രശ്നമായ നെഗറ്റീവ് ഊർജത്തെ ഒന്നടങ്കം പുറത്താക്കി പോസിറ്റീവ് ഊർജത്തെ നിറയ്ക്കുമെന്നതാണ് കല്ലുപ്പിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കല്ലുപ്പ് കട്ടിലിനടിയിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകും. ആരോഗ്യത്തിനും കല്ലുപ്പിന് കാര്യമായ സ്വാധീനമുണ്ട്. ഒന്നാന്തരം അണുനാശിനിയാണ് കല്ലുപ്പ്. മുറിവുകൾ കഴുകാൻ കല്ലുപ്പിട്ട ചൂടുവെള്ളം ഉപയോഗിക്കാറുണ്ട്. പൊടിയുപ്പ് കല്ലുപ്പിന് പകരമാവില്ല. ഉപ്പ് പൂർണ്ണമായും തീരുന്നതിന് മുൻപ് വാങ്ങാനും ശ്രദ്ധിക്കുക. അതുപോലെ ലക്ഷ്മി പ്രീതികരമായ മറ്റൊരു വസ്തുവാണ് കുങ്കുമം. ശക്തിയുടെ പ്രതീകമായാണ് കുങ്കുമത്തെ കണക്കാക്കുന്നത്. ദേവീ സ്വരൂപമായ കുങ്കുമം നെറ്റിത്തടത്തിൽ ബിന്ദു രൂപത്തിൽ അണിയുന്നതാണ് ശ്രേഷ്ഠം. തൊടുമ്പോൾ നിലത്ത് വീഴാതെ പ്രത്യേകം സൂക്ഷിക്കുക. കുങ്കുമം സൂക്ഷിക്കുന്ന ചെപ്പും സ്ഥലവും എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. ശുദ്ധവും വൃത്തിയും ഇല്ലാത്തപ്പോൾ അതിൽ തൊടുന്നതും നിഷിദ്ധമാണ്. അടുത്തത് അരി. അന്നപൂർണേശ്വരിയുടെ പ്രതീകമാണ് അരി. പാചകാവശ്യത്തിന് അരി അളന്നെടുത്താൽ അതിൽ നിന്ന് ഒരു ചെറുപിടി അരി തിരച്ചിടുന്ന രീതി ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ ചെയ്താൽ വീട്ടിൽ അരിക്ക് പഞ്ഞമുണ്ടാവില്ല എന്നതാണ് പണ്ട് മുതൽക്കേ ഉള്ള വിശ്വാസം. അരിക്ക് പഞ്ഞമുണ്ടായാൽ വീട്ടിൽ പട്ടിണി നടമാടുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. നിലത്ത് ചിതറിക്കിടക്കുന്ന അരിമണിയിൽ ചവിട്ടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അരി സൂക്ഷിക്കുന്ന സ്ഥലം ശുദ്ധവും വൃത്തിയും ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മഞ്ഞൾ. മഞ്ഞൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കരുതി വെക്കണം. ഇതാണ് പ്രമാണം. കൂടാതെ പവിത്രമായ മഞ്ഞൾ നിലത്തിട്ട് ചവിട്ടാനും പാടില്ല. മഞ്ഞൾപ്പറ സമർപ്പിച്ച ശേഷം പ്രസാദമായി ലഭിക്കുന്ന മഞ്ഞൾ കഷ്ണം ഭവനത്തിൽ സൂക്ഷിക്കുക. അടുത്ത നാണയം. ഒരു കുടുക്കയിൽ നാണയങ്ങൾ സൂക്ഷിക്കുന്നത് ലക്ഷ്മി പ്രീതികരമാണ്. ഒരിക്കലും ധനത്തിനു ഭവനത്തിൽ മുട്ടുണ്ടാവരുത് എന്നതാണ് ഈ സങ്കല്പത്തിന് പിന്നിൽ. ഈ 5 കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യം നിറഞ്ഞാടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് എപ്പോഴും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.